അപരനെ സഹായിക്കുക എന്നത് ഇസ്ലാമിൽ വളരെയേറെ പുണ്യമുള്ള കാര്യമാണ്. തനിക്ക് ചുറ്റുമുള്ളവർ തന്നെ കൊണ്ട് സന്തോഷിക്കുക എന്നത് ഇസ്ലാം വളരെ ഔന്നത്യത്തോടെ കാണുന്ന ഒരു കാര്യമാണ്. നാം പലപ്പോഴും സദഖകൾ നൽകാറുണ്ട്. സദഖ എന്നുള്ളത് അള്ളാഹുവിൻ്റെ കോപത്തെ തടുത്തു നിർത്തുന്നതാണെന്ന് ഹദീസിൽ നമുക്ക് കാണാം. നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ സഹോദരൻ സന്തോഷിക്കുന്നെങ്കിൽ അതെത്ര മനോഹരമായ നിമിഷമാണ്. നാം അപരനെ സഹായിക്കുമ്പോൾ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അള്ളാഹു നമ്മെ സദാ സഹായിച്ചു കൊണ്ടിരിക്കും. നാം സദഖ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം വ്യത്യസ്ത രീതിയിലാണ് മഹാന്മാർ നമ്മെ പരിചയപ്പെടുത്തുന്നത്. നാം ഒരു സദഖ ഒരാൾക്ക് കൊടുക്കുമ്പോൾ, ആരോഗ്യമുള്ള ഒരു വ്യക്തിക്കാണ് നാം സദഖ നൽകുന്നതെങ്കിൽ 10 ഇരട്ടി പ്രതിഫലം അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തും. ഇനി നാം അന്ധനായ ഒരു വ്യക്തിക്കാണ് നമ്മൾ സദഖ നൽകുന്നതെങ്കിൽ അത് 90 ഇരട്ടി പ്രതിഫലമായി അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുന്നതാണ്. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് പാവപ്പെട്ട പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാകും. നമ്മളോട് ചിലപ്പം ഒരുപക്ഷെ അവർ സാമ്പത്തികമായോ മറ്റോ ഒന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല. നാം കണ്ടറിഞ്ഞ് നമ്മുടെ കുടുംബക്കാരായ സാധുക്കൾക്ക് നാം സദഖ നൽകിയാൽ നമുക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം 900 ഇരട്ടി പ്രതിഫലമാണ് ഒരു സദഖയ്ക്ക് അള്ളാഹു നമുക്ക് നൽകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഉറക്കൊഴിച്ച് പ്രയാസപ്പെട്ട് നമ്മൾ ഒന്നുമല്ലാതിരുന്ന കാലത്ത് നമ്മളാക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾക്കാണ് നാം സദഖ നൽകുന്നതെങ്കിൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു സദഖയ്ക്ക് 1,00,000 പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രേഖപ്പെടുത്തുന്നത്. ഇനി നാം സദഖ നൽകുന്നത് ഒരു പണ്ഡിതനാണെങ്കിൽ, ഒരു ആലിമനാണെങ്കിൽ, ഒരു ഇൽമുമായി ബന്ധപ്പെട്ട് ഇൽമിന്റെ വ്യാപനത്തിലായി കഴിഞ്ഞുകൂടുന്ന നല്ലൊരു ആലിമിനാണ് നാം നമ്മുടെ സദഖ നൽകുന്നതെങ്കിൽ ഒരു സദഖയ്ക്ക് 9,00,000 പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. ഇൽമിനുള്ള ബഹുമാനവും ആലിമീങ്ങൾക്കുള്ള മഹത്വമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ഒരു പുഞ്ചിരിയെങ്കിലും സമ്മാനിച്ച് മറ്റുള്ളവരുടെ കൽബിൽ ഒരു സന്തോഷം നൽകാൻ നാം നമ്മുടെ സമയങ്ങളെ ഉപയോഗപ്പെടുത്തണം. മൻ നഫസ ഖുർബത അഖീഹി നഫസ അല്ലാഹു ഖുർബൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മളുടെ ഒരു സഹോദരന്റെ ഒരു പ്രയാസം നീക്കി കൊടുത്താൽ, അവനൊരു സഹായം ചെയ്തു കൊടുത്താൽ അള്ളാഹു അവനെ സഹായിക്കുന്ന കാലത്തോളം നമ്മെ സഹായിച്ചു കൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിച്ചാൽ പിന്നെ നാം എന്തിനു പേടിക്കണം, നാം എന്തിനു ഭയപ്പെടണം? അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ ഹിഫ്ളും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ ആരോഗ്യം കൊണ്ട്, നമ്മുടെ സമയം കൊണ്ട് നാം അത് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു ഖൈറുകൾക്ക് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.